ഹലോ ഗായ്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും അപ്പനും ഉണ്ണിക്കണ്ണനും ഞങ്ങളെല്ലാവരും കൂടി ഒരുങ്ങി സെറ്റായി ഒരു സ്ഥലം വരെ പോവുകയാണ് ഗായ്സ്. എവിടെയാണെന്ന് നിങ്ങൾക്ക് വഴിയേ കാണാം കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, അപ്പൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വൈഫും കുഞ്ഞു വാവയുണ്ട്. ഞങ്ങളെല്ലാവരുമായിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് ഈ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു ദിവസത്തെ യാത്രയുള്ളായിരുന്നു. തലേന്ന് രാത്രി വന്ന് അപ്പം പറഞ്ഞു, നാളെ നമ്മൾ ഇന്ന കണക്കൊരു സ്ഥലം വരെ പോകുന്നു, നീ റെഡി ആവണം, രാവിലെ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒന്നുമല്ല പോയ കേട്ടോ. 10-11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് പോയത്. പക്ഷേ പ്ലാൻ ചെയ്തത് 8 മണിക്ക് പോകണമെന്ന്. അത് പിന്നെ അങ്ങനെ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയി കൂട്ടുകാരനെയും ഫാമിലിയും പിക്ക് ചെയ്തിട്ട് നേരെ വന്നൊരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ പോവുകയാണ്. പെട്രോളോ ഡീസലോ എന്തായാലും വണ്ടിക്ക് അടിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ എണ്ണ അടിച്ച് വണ്ടിക്ക് എണ്ണ അടിച്ചിട്ട് അപ്പോൾ എണ്ണ അടിച്ചിട്ട് ബാക്കി മുന്നോട്ടുള്ള യാത്ര ആവാമെന്ന് കരുതി. അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും വെച്ച് നിന്ന് പോയാലോ, അതറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് 1000 രൂപയ്ക്ക് മറ്റാണെന്ന് തോന്നുന്നു അപ്പം ഡീസൽ അടിച്ചത്. അങ്ങനെ അതും അടിച്ച് ഞങ്ങൾ ഭയങ്കര ദൂരത്തോട്ടൊന്നും അല്ല ഞങ്ങൾ പോകുന്നത് കേട്ടോ. എന്നാലും കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങളിതാ ഞാൻ എവിടെ നിന്നുണ്ട് എൻ്റെ വലിയ ബ്ലോഗർമാരാണൊക്കെ. ഹലോ ഗൈസ്, ഇതാണ് വിജയുടെ വൈഫ്, വിജയുടെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരെയൊക്കെ പരിചയപ്പെടുത്തുകയാണ്. ഇത് വിജയ് എന്നാണ് അപ്പൻ്റെ കുട്ടൻ്റെ പേര്. മറ്റേത് സുമി, വിജയ്, അവരെ കുഞ്ഞു വാവ അച്ചു. അങ്ങനെ ഞങ്ങൾ പകുതി വരെ എത്തിയപ്പോൾ കാണാം അപ്പൻ്റെ വേറൊരു കൂട്ടുകാരൻ വിളിക്കുന്നത്. ആ ദിവനാണ് ഞങ്ങളെ വിളിച്ച് തിരിച്ച് ഞങ്ങളെ കൊണ്ടുവന്നത്. ഞങ്ങൾ ഏതാണ്ട് പുയ്യപ്പള്ളിയൊക്കെ കഴിഞ്ഞ് കുറേ അങ്ങ് പോയതായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവൻ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാനും വരുന്നെന്ന്. അങ്ങനെ അപ്പം പിന്നെ വണ്ടി തിരിച്ച് അവനെ കൂടി കൊണ്ടുവന്നായിരുന്നു. ഇതാണ് ഗോപി, ഞങ്ങളുടെ താരം, ട്രിപ്പിലെ താരം എന്ന് തന്നെ പറയാം കേട്ടോ. അവനുണ്ടായതിൻ്റെ സത്യം പറഞ്ഞാൽ ബോറടിക്കാതെ ട്രിപ്പ് പോയി. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് അവർ പിന്നെ അവൻ ബൈക്കിലാണ് പുയ്യപ്പള്ളി വരെ വന്നത്. അപ്പോൾ വണ്ടി എവിടെ വെക്കണമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അടുത്തൊരു പമ്പുണ്ട്, അവിടെ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, നമുക്ക് പുയ്യപ്പള്ളി ചെന്നിട്ട് അവിടെ ഒരു കടയുണ്ട്, കടയുടെ ഫ്രണ്ടിൽ വെക്കാം, എനിക്കറിയാവുന്ന കടയാണെന്നൊക്കെ പറഞ്ഞാൽ ആ കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ബൈക്ക് വെച്ചിട്ട് അവൻ തിരിഞ്ഞ് നോക്കുകയാണ്. കൂട്ടിയിട്ടുണ്ടോ, ആരെങ്കിലും എടുത്തോണ്ട് പോവോ എന്നൊക്കെയുള്ള ഡൗട്ടിലായിരിക്കും എന്നും പറഞ്ഞ് അവൻ വണ്ടിക്കകത്തോട്ട് കയറി. പിന്നെ ഞങ്ങളെല്ലാവരുമായിട്ടായി പാട്ടും മേളവും കാര്യങ്ങളും തമാശ പറച്ചിലും എന്തൊക്കെയോ നല്ലതായിരുന്നു. എന്തായാലും അവൻ വന്നത് ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഉപകാരപ്പെട്ടു കേട്ടോ. കുറച്ച് നേരം സമയം കളഞ്ഞെങ്കിലെന്ത്, ട്രിപ്പ് ബോറടിക്കാതെ അവനെ ബോറടിക്കാതെ അവൻ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ജഡായുപ്പാറ, മറ്റേ ചടയമംഗലം ജഡായുപ്പാറയായിട്ട് അടുത്തെത്തിയിട്ടുണ്ട്. അവിടെ കണ്ട പരന്തിങ്ങനെ പാറയുടെ മണ്ട ഇങ്ങനെ കിടക്കുന്ന നമുക്ക് ആ സംഭവം. അവിടെ ഞാൻ പോയിട്ടില്ല, അകത്തോട്ടൊന്നും പോയിട്ടില്ല. ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. ഏതാണ്ട് ഞങ്ങൾ പോകേണ്ട സ്ഥലം എത്താറായപ്പോഴത്തേക്ക് ഉണ്ണിക്കണ്ണൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്കണ്ണൻ ഉറങ്ങിക്കിടക്കുന്ന ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ ഉറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ കാറിനകത്ത് ഈ ഗ്ലാസ്സൊക്കെ മൂടി AC ഒക്കെ ഓൺ ചെയ്ത് പോകുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ തുറന്ന് കാറ്റൊക്കെ ഇട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ ഒരു വീട് പോലെ ചെറിയൊരു സെറ്റപ്പുള്ള സ്ഥലത്ത് കയറി വരുന്ന ഫുഡ് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി. അവിടെ ചെന്നപ്പോൾ കാണാം എനിക്ക് ഫുഡ് വേണ്ടപ്പാ എന്ന് പറഞ്ഞിട്ട് അപ്പനത് കേട്ടില്ല. അപ്പനെ കൊണ്ട് നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിച്ച്. അപ്പോഴത്തേക്ക് ഞാൻ ആകെപ്പാടെ അങ്ങ് അവശതയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് AC-യുടെ തണുപ്പും കാര്യങ്ങളും ഒക്കെ അടിച്ചിട്ട് എനിക്കങ്ങോട്ട് പറ്റാതെ ഛർദ്ദിക്കാൻ മുട്ടിയിരുന്നേ. ഫുഡും കൂടി കഴിച്ചപ്പോഴത്തേക്ക് ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് സ്ഥലം എത്താറായിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ കുറേ സെക്യൂരിറ്റിമാരും പോലീസൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് മുകളിലോട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്താൽ മതി. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് വണ്ടി അവിടെ സ്ലോ ചെയ്തത്. അപ്പോഴും പറഞ്ഞ് മുകളിലോട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഏതാണ്ട് കാടും മേടും ഒക്കെ കടന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഗായ്സ്. അങ്ങനെ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഗോപി പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള ടിക്കറ്റ് എത്ര രൂപയാണെന്ന് എനിക്കറിയാൻ വയ്യ, എന്തായാലും തുച്ഛമായ വില എമൗണ്ടൊക്കെ ഉള്ളൂ കേട്ടോ ടിക്കറ്റിനൊക്കെ. അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ വന്ന സ്ഥലം, വേറെ എവിടെയല്ല ഗൈസ്, പൊന്മുടി എന്ന് പറയുന്ന സ്ഥലം. നല്ല തണുപ്പും, നിന്നപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. പിന്നെ എവിടെ നിന്നൊക്കെയോ മറ്റേ കോടയും കാര്യങ്ങളും മലനിരകളും, മലകളാണെങ്കിൽ ഇഷ്ടം പോലെ മല. എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നാളും കൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ് എന്നെ പൊന്മുടി കൊണ്ടുപോകണേന്ന്. പക്ഷേ അപ്പനത് മൈൻഡ് ചെയ്തിട്ടില്ല. ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞു അപ്പ എന്നെ ഒന്ന് കൊണ്ടുപോകും അപ്പ എന്ന് ചോദിച്ചപ്പോൾ അപ്പൻ അത് കാര്യമാക്കിയില്ലെങ്കിലും എനിക്ക് സർപ്രൈസ് എന്ന രീതിയിൽ എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളവിടെ വണ്ടി ഒതുക്കി ഞങ്ങളെല്ലാവരും ഇറങ്ങി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. കുറേ ആൾക്കാർ എവിടെ നിന്നൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ബൈക്കിലും ഇതുപോലെ ബസ്സിലും, അതുപോലെ തന്നെ അവിടെ ഒരു KSRTC
മറ്റേ വണ്ടി ഉണ്ടായിരുന്നു, അതിനകത്തും ആൾക്കാർ വന്നിറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മലയുടെ മുകളിൽ ചെന്ന് വിജയാണെങ്കിൽ മലനിരകളും ആസ്വദിച്ച് കൊണ്ട് നടക്കുകയാണ്. കൂടെ വൈഫും കുഞ്ഞും ഉണ്ട്. ഉണ്ണിക്കണ്ണൻ അങ്ങ് മലയുടെ മുകളിൽ ചെന്നപ്പോൾ ഇവിടെ മൊത്തം മറ്റേ പുൽത്തൈകിരി എന്ന് പറയുന്ന അങ്ങനെയാണെന്ന് തോന്നുന്നു ആ പുല്ലിൻ്റെ പേര്. നല്ല മണമാട്ടോ, പുൽത്തൈലം പോലത്തെ മണം. ആ തൈലം ഉണ്ടാക്കുന്ന ഈ പുല്ലിനകത്തെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഉണ്ണിക്കണ്ണൻ ആ പരിചയമുള്ള സ്ഥലം കണക്ക് ആ കാട്ടിലും മേട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊന്നും പിടിക്കണ്ട തന്നെ, ഞാൻ ഒറ്റയ്ക്ക് നടന്നുള്ള രീതിയിൽ നടക്കുകയാണ്. അങ്ങനെ മലയുടെ മുകളിൽ പോയി ഞങ്ങളിങ്ങനെ ഇരുന്ന് കാഴ്ചകൾ ഫുള്ള് കാണായിരുന്നു. പല സ്ഥലങ്ങളിൽ ആൾക്കാർ വന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും മൊത്തം നടക്കുന്നുണ്ട്. സൂര്യാസ്തമയം ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നാൽ ഫോട്ടോ എടുപ്പുണ്ടല്ലോ. അങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോയും എൻ്റെ ഫോട്ടോയും അപ്പൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴത്തേക്ക്, അതൊരു ഇരുട്ടിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആൾക്കാർ അവർ ഇറക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചപ്പോൾ കാണാം വീടെത്താറായപ്പം ഗോപി ഞങ്ങൾക്കൊരു സർപ്രൈസ് തന്നു. അതാണ് ഇത്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. വെഡ്ഡിങ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഗോപി ഞങ്ങൾക്ക് കടയിൽ നിർത്തി ബ്രെഡ് മേടിക്കണം എന്ന് പറഞ്ഞാൽ അവൻ കടയിൽ നിർത്തി. അവൻ തന്നെ കടയിൽ പോയി അവൻ കേക്ക് മേടിച്ച് ഞങ്ങൾക്ക് കൊണ്ട് തന്നിരിക്കുകയാണ്. സർപ്രൈസായി പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റും സെക്കൻഡും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടുള്ള, അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കേക്ക് മുറിക്കുന്നത്. അങ്ങനെ ഗോപിക്കും കുഞ്ഞുവാവയ്ക്കും എല്ലാവർക്കും ഞങ്ങൾ കേക്കൊക്കെ വെച്ച് കൊടുത്ത് അവരും കഴിച്ച്. കുഞ്ഞു കേക്കായിരുന്നു, നല്ല ഭംഗിയുള്ള കേക്കായിരുന്നു, കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു, ഭയങ്കര ടേസ്റ്റ് കണക്ക് എനിക്ക് തോന്നി. ഉറക്കപ്പിച്ചിന് എണീറ്റ് വന്നാണ് ഞാൻ ഈ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണനും. അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ചെടുത്ത് ഞങ്ങൾ ആവുന്നത് കഴിച്ചിട്ട് ബാക്കി വന്ന കേക്ക് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയ്ക്ക് അച്ഛനൊക്കെ വെച്ചിട്ട് കൊടുക്കാമെന്ന് കരുതി ഞങ്ങൾ പൊതിഞ്ഞ് വെച്ചിട്ട് പോവുകയാണ്. അപ്പം എന്താ പറയുന്നത്, ഇത്രയും വർഷം പോയത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഏതാണ്ട് 10-12 വർഷത്തെ പ്രണയവും 5 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ഒടുവിൽ ഞങ്ങളിതാ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഗൈസ്. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ ഇനി ഇതുപോലെ തന്നെ കുറേ വെഡ്ഡിങ് ആനിവേഴ്സറികൾ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ ഇടവരുത്തണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. ഇതാണ് ഞങ്ങൾ അവിടെ പോയി എടുത്ത ഫോട്ടോകളൊക്കെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എൻ്റെ നീണ്ട ലവ് സ്റ്റോറി, അതിഗംഭീരമായിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. അത് ഞാനൊരു പാർട്ടായിട്ട് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആ ലവ് സ്റ്റോറി എന്താണെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉടനെ തന്നെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.